എന്ത് ചെയ്തിട്ടും അടിവയർ കുറയുന്നില്ല എന്ന് കുറേ ആൾക്കാർ പറയാറുണ്ട്. പല എക്സർസൈസും ഡയറ്റും ചെയ്ത് നോക്കി എന്നിട്ടും കുറയുന്നില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് അടിവയർ കുറക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സർസൈസും കാണിക്കും, ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റും പറഞ്ഞുതരും. മെയിനായിട്ട് നമുക്ക് അടിവയറും മാത്രമല്ല ടോട്ടൽ ബോഡിയിലുള്ള ഫാറ്റാണ് കുറക്കാൻ പറ്റുന്നത്. ടോട്ടൽ ബോഡിയിലുള്ള ഫാറ്റ് പോകുമ്പോൾ അടിവയറും കൂടി പോകും. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഫസ്റ്റത്തെ 3 ദിവസം നമ്മൾ ഈ ഫ്രീ ജംപ്സ് കാലിൻ്റെ പാദം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. ഫസ്റ്റ് 3 ദിവസം നമ്മൾ 100ന്റെ 6 സെറ്റ്, ടോട്ടൽ 600 പ്രാവശ്യം ആണ് ഇത് ചെയ്യേണ്ടത്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 200 × 6 ചെയ്യാം. അപ്പോൾ 1200 ആവും. ഇതിങ്ങനെ ഗ്രാജുവലി നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയാൽ നമ്മുടെ ഫാറ്റ് ഫുൾ ആയിട്ട് പോകും. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മുടെ അടിവയർ മൊത്തത്തിലായിട്ട് പോകും. നിങ്ങൾക്ക് ചെറിയൊരു ക്ഷമ ആവശ്യമാണ് ഇതിൻ്റെ കൂടെ. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈ നീ, കാലിങ്ങനെ തട്ടുന്ന പോലെ ചെയ്യാം. ഇതും അതേപോലെ 100ന്റെ അല്ലെങ്കിൽ തീരെ പറ്റുന്നില്ല എങ്കിൽ 50ന്റെ 6 സെറ്റ് ചെയ്താലും മതി. പക്ഷേ ഗ്രാജുവലി നിങ്ങളിത് കൂട്ടിക്കൊണ്ട് പോകണം. ഏറ്റവും ലാസ്റ്റിൽ ജമ്പിങ് ട്വിസ്റ്ററാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെയാണ്. ഇതും സ്റ്റാർട്ടിങ്ങിൽ ഒരു 3 ദിവസം 100ന്റെ 5 or 6 സെറ്റ് ചെയ്യാം. ദെൻ 200 300 ഒക്കെ ആക്കാം. ഈ 3 എക്സസൈസ് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതേപോലെ ജങ്ക് ഫുഡ്, നെയ്ച്ചോറ്, ബിരിയാണി, മന്തി പോലുള്ള ഫുഡ് ഭയങ്കര റെസ്ട്രിക്റ്റ് ചെയ്യണം. നോർമലി കഴിക്കുന്ന ഫുഡിൽ തന്നെ കുറച്ച് കൺട്രോൾ ചെയ്യണം. പെപ്സി പോലുള്ള പാനീയങ്ങളും മാക്സിമം ഒഴിവാക്കുക. കൃത്യമായിട്ട് സമയത്ത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫോളോ അപ്പും ട്രെയിനർ സപ്പോർട്ടും അതേപോലെ വർക്കൗട്ട് ഷെഡ്യൂളും കൃത്യമായിട്ടുള്ള ഡയറ്റും വെച്ചിട്ട് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴി ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. ചെറിയൊരു ഫീസാണ് നമ്മൾ വാങ്ങിക്കുന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ചേരണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.